അതുകൊണ്ട് ആശകൾ വേണ്ട പ്രിയരേ, ഇവിടുത്തെ ക്ലാസുകളും കഷ്ടങ്ങളും അല്പനാളുകൾ മാത്രമാണ്. അതുകൊണ്ട് അതിനോർത്ത് മുറുമുറുക്കാതെ സഹിക്കാൻ കർത്താവേ കൃപ, അങ്ങനെ കൃപ തന്നാൽ മതി, അങ്ങനെ കൃപ തന്നാൽ മതി. ഞാൻ ഈ കഷ്ടങ്ങളും ക്ലേശങ്ങളും നിന്ദകളും അപമാനങ്ങളും സഹിച്ചുകൊള്ളാം. എനിക്ക് മുമ്പിൽ ഒരു ഉയർപ്പിന്റെ സുപ്രഭാതം വെളിപ്പെടാൻ പോകുന്നു. ഞാൻ ഉയർത്തപ്പെടുന്ന ഒരു പൊൻപുലരിയിൽ ഞാനിത് കണ്ണുകൾ ഉയർത്തിയ പ്രാണപ്രിയന്റെ മുഖം കാണാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ജയഘോഷം ഉയർത്തി നമ്മുടെ പ്രാണപ്രിയനീടമായ സിയോനിലെ ഏകാഗ്രതയോടെ
അധികമായി കടന്നേലുള്ള സമയങ്ങളിൽ കൂടെ പോവുകയാണ്. ആ നിത്യ സന്തോഷം പ്രാപിക്കുവാൻ വേണ്ടി നമ്മുടെ പരിശുദ്ധന്റെ മുന്നിലേക്ക് നാം വിളിച്ചു വരുത്തപ്പെടാൻ സമയമാഗതമായിരിക്കുകയാകയാൽ സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് അവന്റെ കണ്ണുകളെ ഉയർത്തി ഈരടികളെ ചേർന്ന് പാടി കർത്താവിൽ സന്തോഷിച്ചാട്ട് ചേരുന്ന വിളിച്ചത് പറഞ്ഞല്ല. എന്റെ പ്രാണപ്രിയന്റെ വേളി കഴിക്കുക. നീ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാന്തയാണെന്നുള്ള ബോധ്യത്തോടെ നിന്റെ പ്രത്യാശയൊന്ന് പുതുക്കിക്കാതെ പ്രത്യാശയാധികം മക്കളെ നമ്മുടെ വാഗ്ദത്തം ആ വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ പ്രത്യാശ ഒന്ന് പുതുക്കിക്കൊണ്ടിരണികൾ പാടിക്കേ. സദൃശ്യവാക്യങ്ങൾ 24-ന്റെ 5-ാമത്തെ വാക്യം. ജ്ഞാനിയായ പുരുഷൻ ബലവാനാകുന്നു, പരിജ്ഞാനമുള്ളവൻ ബലം വർദ്ധിപ്പിക്കുന്നു. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. പ്രിയരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന് കരുതുന്നു. ബലത്തിന്റെ ഉറവിടം അറിയുക എന്നൊരു വിഷയമാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. കുടപ്പിറപ്പുകളെ ബലപ്പെട്ടിരിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. ദൈവം തന്റെ മക്കളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നതും അവർ ബലപ്പെട്ടിരിക്കണമെന്നുള്ളതാണ്. ദാനിയേലിനോട് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്: ഏറ്റവും പ്രിയ പുരുഷ, ഭയപ്പെടേണ്ട, നീ ബലപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അപ്രകാരം ബലപ്പെട്ടിരിക്കുന്നവർ ഏറെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ബലമുള്ളവനെ നശിപ്പിക്കുവാൻ ആർക്കും ഒന്നിനും സാധ്യമല്ല. ബലപ്പെട്ടിരിക്കുന്നവന്റെ ബലം ഏതിലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ബലത്തിൻ്റെ ഉറവിടം ഏത്, ആര് എന്ന് തിരിച്ചറിയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ബലത്തിൻ്റെ ഉറവിടം ഏത്? ഒരു ഭക്തന് എന്തിലും ഏതിലും ആരിലും ആശ്രയിക്കുവാനൊക്കില്ല. തന്നിൽ വ്യാപരിക്കേണ്ടിയ ബലം ഏതോ അതിൻ്റെ ഉറവിടത്തിൽ മാത്രമേ ആശ്രയിക്കാനാവൂ. 84 സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ട്. നോക്കൂ പ്രിയരെ, ഇവിടെ പറയുന്ന ബലത്തിൻ്റെ ഉറവിടം നമുക്കറിയാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ്. നമ്മിൽ നിറയേണ്ടിയ ബലം, നമ്മിൽ നിറയേണ്ടിയ ശക്തി എന്നിവ ദൈവത്തിൽ നിന്നാണ്.
ബലത്തിൻ്റെ ഉറവിടം ഏതെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഈ സമയം ദൈവത്തിന് സ്തോത്രം പാടുവാൻ കഴിയണം. നാം ക്രിസ്തുവേശുവിൽ ബലപ്പെട്ടിരിക്കണം. ഉയരത്തിലെ ശക്തിയായ പരിശുദ്ധാത്മാവിന് നിറവുള്ള ശക്തരാകുന്ന വിശ്വാസികളാകണം. ഇപ്രകാരം ബലമുള്ള വിശ്വാസികളെ തകർത്തു കളയുവാൻ അവരുടെ പ്രതിയോഗിയായിരിക്കുന്ന പിശാചിന് ഒരിക്കലും ആവില്ല. കാരണം അവനിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ബലമാണ്. പ്രിയരെ, യഹോവയിൽ നിന്ന് ബലം പ്രാപിച്ചവൻ, രക്ഷകനായ ക്രിസ്തുവേശുവിങ്കൽ ബലപ്പെട്ടിരിക്കുന്നവൻ, അവൻ ഭയപ്പെട്ടു പോവുകയില്ല. ഏത് വെല്ലുവിളികളെയും ഭീഷണികളെയും മുൻപിൽ അവൻ ധൈര്യത്തോടെ നിൽക്കും. കാരണം അവൻ തളർന്നു പിന്മാറില്ല, തകർന്നു വീണു പോവുകയുമില്ല. അവനിൽ നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയും ബലവുമാണ്. ഇപ്രകാരമുള്ള ബലം പ്രാപിച്ചവൻ അവനിൽ വ്യാപരിക്കുകയും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ബലത്തെ കാണുവാൻ കഴിവുള്ളവനാണ്. ആ ബലത്തെ കാണുന്നവൻ വിളിച്ചു പറയുന്നത്, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? എന്നെപ്പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? നമുക്കറിയാം, ഈ കാര്യം, ഈ പ്രസ്താവ്യം വിളിച്ചു പറഞ്ഞത് നെഹമ്യാവെന്ന് പറയുന്ന പഴയ നിയമഭക്തനാണ്. തന്നിൽ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നെ നിയമിച്ചിരിക്കുന്ന നിയമനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ തൻ്റെ പണിയെ, തൻ്റെ ഉത്തരവാദിത്വത്തെ, തൻ്റെ ലക്ഷ്യത്തെ തകർത്ത് കളയാൻ ശത്രുക്കൾ തൻ്റെ മുൻപാകെ വന്ന് വെല്ലുവിളിക്കുമ്പോൾ, ഭീഷണിപ്പെടുത്തുമ്പോൾ, തന്നെ വശീകരിക്കാൻ താല്പര്യപ്പെടുമ്പോൾ, താൻ ആ പണി വിട്ട് ഓടിപ്പോകണം എന്നുള്ള ലക്ഷ്യത്തോടെ അവർ പ്രയത്നിക്കുമ്പോൾ, ഭക്തൻ ഇപ്രകാരം വിശ്വാസത്തോടെ തൻ്റെ ബലമായിരിക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട്, തന്നിലേക്കും തൻ്റെ കണ്ണുകളൊന്ന് പായിച്ചിട്ട് തൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ദൈവം പകർന്ന ബലത്തെ കണ്ടുകൊണ്ട് താൻ വിളിച്ചു പറയുന്നു, എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? പ്രിയരെ, നെഹമ്യാവിൻ്റെ മതിൽ പണിക്ക് നേരെ നമുക്കറിയാം ശക്തന്മാരാണ് എഴുന്നേറ്റത്. സൻബല്ലത്തും തോബിയാവും ഗേശേമും എന്ന ദേശാധിപതികൾ ഭീഷണിയുമായി എഴുന്നേറ്റപ്പോൾ, നിസ്സാരക്കാരല്ല അവർ, ദേശത്തിൻ്റെ അധിപതികളാണ്. അവർ എഴുന്നേറ്റപ്പോൾ തന്നിൽ ദൈവം പകർന്നിരുന്ന ബലത്തെ തൻ്റെ ഹൃദയദൃഷ്ടി തുറന്ന് കണ്ടവൻ പറഞ്ഞതാണത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ഞാൻ ഓടിപ്പോകുകയില്ല. ഭക്തനായ ദാവീദും തന്നിൽ നിറഞ്ഞു നിന്ന ബലത്തെ കണ്ടവനായിരുന്നു. താൻ വിളിച്ചു പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. തന്നിൽ വ്യാപരിക്കുന്ന ബലത്തെ കണ്ടവനായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതൊന്ന് കേൾക്കൂ. നിങ്ങൾ കരഞ്ഞ് എൻ്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിൻ്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരൂശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ പ്രിയരെ, ബലത്തിൻ്റെ ഉറവിടത്തെ തിരിച്ചറിഞ്ഞവർ അവരുടെ മുൻപിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിനെയും അവരുടെ വെല്ലുവിളികളെയും കണ്ട് കേട്ട് ഭയപ്പെട്ടു പോയില്ല. അവർ പിന്തിരിഞ്ഞു പോയില്ല. അവർ നിരാശപ്പെട്ടു പോയില്ല. അവർ ധൈര്യത്തോടെ അവർ കർത്താവിങ്കൽ ആശ്രയിച്ച് തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന് നേരെ, നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ബലത്തെ കണ്ട് ധൈര്യത്തോടെ മുന്നേറുക. ദൈവം ഏൽപ്പിച്ചത് ഉത്സാഹത്തോടെ തന്നെ ചെയ്യുക. ബലത്തെ ആത്മാവിൽ കണ്ടവൻ്റെ കാഴ്ച, ആ കാഴ്ച എത്ര ശ്രേഷ്ഠമാണ്! അവനിൽ വ്യാപരിച്ച കാഴ്ചപ്പാട് എത്ര വിലയേറിയതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ താല്പര്യപ്പെട്ടാണ്. ശ്രദ്ധിക്കൂ, കർത്താവ് പകർന്ന ഉയരത്തിലെ ശക്തി, കർത്താവിൻ്റെ പകർന്ന് നമ്മിൽ തന്നിരിക്കുന്ന ബലത്തെ ആത്മാവിൽ കാണുവാൻ കഴിയുന്നവൻ കാഴ്ചപ്പാടുള്ളവനാണ്. അവൻ്റെ കാഴ്ചപ്പാട് ഒരിക്കലും വൃഥാവായി പോകുകയില്ല. ദൈവത്തിൽ നിന്നും ബലം ഏറ്റെടുക്കുന്നവൻ ജ്ഞാനിയാണ് എന്ന് തിരുവചനം പറയുന്നു. ജ്ഞാനിയായവൻ തൻ്റെ ബലം നഷ്ടമാക്കാതെ അത് വർദ്ധിപ്പിക്കുന്നവനുമാണ്. പ്രിയരെ, ബലം വർദ്ധിപ്പിക്കുന്നവനെ പരിജ്ഞാനമുള്ളവനെന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും ജ്ഞാനികളും പരിജ്ഞാനമുള്ള വിശ്വാസികളുമായി മുന്നേറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇന്ന്
ഈ വചനം കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. ഓരോ വിശ്വാസിയും ദൈവത്തെ താഴ്മയോടെ കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുവാനും മനസ്സ് വയ്ക്കുമ്പോൾ അവൻ ബലവാനായി തീരുകയും തന്നിലുള്ള ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. നോക്കൂ, എത്ര ശക്തമായുള്ള സാക്ഷീകരണമാണ് പൗലോസ് അപ്പോസ്തലൻ ഉയർത്തിയിരിക്കുന്നത്. താൻ തൻ്റെ വിശ്വാസ സമൂഹത്തോട് ഉപദേശിക്കുന്നതും നിങ്ങൾ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായി നടക്കുവാൻ നോക്കുവീൻ എന്നുള്ളതാണ്. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, ബലം ദൈവത്തെങ്കിലുള്ള ഒരു വിശ്വാസി ഒരിക്കലും ഒരിടത്തും പരാജയപ്പെട്ടു പോവുകയില്ല. പ്രിയരെ, നിങ്ങൾ പരാജയപ്പെട്ടു പോവുകയില്ല. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ബലത്തിൽ ആശ്രയിക്കുക. നാം വിജയ ജീവിതം നയിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. ജ്ഞാനവും പരിജ്ഞാനവും ബലവും നമ്മിൽ സ്വർഗസ്ഥനായ ദൈവം പകർന്നു തന്നിട്ടുണ്ട്. നമ്മുടെ ബലം മറ്റൊന്നിലുമല്ല, ദൈവത്തിങ്കൽ തന്നെയായി തീരട്ടെ. ക്രിസ്തുയേശുവിങ്കൽ ബലപ്പെട്ടിരിക്കുന്നവനെ ദൈവം തൻ്റെ പ്രവർത്തനങ്ങൾക്കായി, ദൈവം തൻ്റെ കരങ്ങളിൽ തൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നു. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. കൂടപ്പിറപ്പേ, താങ്കളും താല്പര്യപ്പെടുക, താങ്കളും ആഗ്രഹിക്കുക, ദൈവത്താൽ ഞാൻ ഉപയോഗിക്കപ്പെടണം, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ ഇണങ്ങുന്ന ഒരു ഉപകരണമായി തീരണം. അതിന് എന്നിൽ ദൈവത്തിൻ്റെ ബലം വ്യാപരിക്കണം. അതിന് ഞാൻ എൻ്റെ ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ചിരിക്കുന്നു. ഒന്ന് തീരുമാനിച്ചാട്ട് പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടച്ചാട്ട്. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായി നല്ല ദിവസം, ഈ വചനം നിന്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഈ സമയം അവർ പ്രാർത്ഥനയ്ക്കായി ഹൃദയത്തെ ഏകാഗ്രമാക്കി കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ ഉയരത്തിലെ കൃപ, ഉയരത്തിലെ ബലം, ഉയരത്തിലെ ശക്തി അങ്ങയുടെ മക്കളുടെ മേൽ പകരേണ്ടതിന് വേണ്ടി അപേക്ഷിക്കുന്നു. സ്വർഗമേ, അങ്ങയുടെ പ്രവൃത്തി അങ്ങയുടെ മക്കളിൽ വെളിപ്പെടുത്തണം. അവരാഗ്രഹിക്കുന്ന ചില ആത്മീയമായ വിടുതലുകളും മറുപടികളും ശാരീരിക മാനസികമായ ചില അനുഗ്രഹങ്ങളും കർത്താവെ അവർക്ക് പകർന്നു കൊടുക്കണമേ. ദുഷ്ടൻ അവരെ തകർത്ത് കളയാൻ സമ്മതിക്കരുതേ. ദൈവത്തിൻ്റെ കൃപയാൽ നിന്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൻ്റെ അധികാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മേൽ ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം അർപ്പിക്കുന്ന കർത്താവേ, സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.